അങ്ങനെ ഇന്നലത്തെ അത് പോയി. ഹരേ കൃഷ്ണ മാതാജി, സാരില്ല. ഹരേ കൃഷ്ണ മാതാജി, ഇന്നലെ ഭഗവാന്റെ നമുക്കൊന്നും പങ്കെടുക്കാം. അവതാരമായിരുന്നു. മാതാജി സമയമായില്ല നമുക്കൊന്നും മാതാജി കയറാൻ, അത് ഇത്ര തന്നെ കാര്യം. ഹരേ കൃഷ്ണ. അല്ല, ഇന്ന് ഇന്നലെ ഭഗവാൻ അവതരിച്ചില്ലേ? ഇന്നലെ അതെ മൂന്നാമത്തെ അതെ അധ്യായത്തിലല്ലോ അവതരിച്ചു. ഭഗവാന്റെ അവതാരം ഇന്നലെ ആയിരുന്നു. സാരില്ല മാതാജി, വായിച്ചു. അല്ല മാതാജി, മാതാജി മിഞ്ഞാന്ന് ഹരേ കേറി, കൃഷ്ണ ഇന്നലെ മാതാജി. എന്തോ അറിയില്ല, അതൊന്ന് ഇന്നലെ മാറിപ്പോയി. ഭഗവാന്റെ അവതാരമായിരുന്നു, അതാണ് പറഞ്ഞ. ഇന്നലെ ഭഗവാന്റെ അവതാരം പുസ്തകം മാതാജി ഉണ്ടായില്ല, വീട്ടിൽ ഹരേ നിന്ന് കൃഷ്ണ വായിക്കാൻ മാതാജി. വേണ്ടിട്ടായിരിക്കും. ഹരേ കൃഷ്ണ പുസ്തകം മാതാജി. ഇല്ലല്ലോ, ഹരേ അപ്പൊ കൃഷ്ണ പിന്നെ മാതാജി, അത് നമുക്കൊന്നും കേൾക്കുന്നതല്ലേ, അപ്പൊ മാറിപ്പോയി. ഹരേ കൃഷ്ണ, ഹരേ സാരില്ല, കൃഷ്ണ. ശ്രദ്ധിച്ചോളൂ കേട്ടോ, ലിങ്ക് ശ്രദ്ധിച്ചോളൂ ഇനി. ഹരേ മാതാജി കൃഷ്ണ നമുക്കൊന്നും മാതാജി. കൺസൾട്ട് ചെയ്യാൻ ഞങ്ങളെ കഴിയുന്നില്ലല്ലോ. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. നമ്മ കൊറേ സമയം എടുത്തു വരട്ടെ ലെവൽ 1-ന്റെ. ഇനി ഞാൻ നമുക്ക് മാതാജി ഇവിടെ ഇസ്കോണിന്റെ ഇതിൽ പോയി, അപ്പൊ അവിടെ പുസ്തകം ഒന്നുമില്ല മലയാളത്തില്. ഹരേ കൃഷ്ണ മാതാജി, ഇനി നമുക്ക് ഒന്നില് മെസ്സേജ് ഇടാ അല്ലെങ്കിൽ ക്ലാസ്സിൽ പറയും. നമ്മൾ ലെവൽ 1-ന്റെ ക്ലാസ്സിന്റെ ടൈം കുറെ കഴിഞ്ഞില്ല ഇപ്പൊ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനാശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനെ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗര ഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ശ്രീ ശ്രീ രാധാ ഗോവിന്ദ് ടെമ്പിൾ ഇസ്കോൺ മാംഗ്ലൂരിന്റെ 18 ദിവസത്തെ ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ, എല്ലാവർക്കും പ്രണാമം. അപ്പൊ നമ്മളിന്ന് സമയം നമ്മൾ കുറച്ചധികം പോയി, 20 മിനിറ്റ് പോയി, സോറി. നമ്മള് ഹരേ കൃഷ്ണ. അപ്പൊ നമ്മളിന്ന് അധ്യായം 17 ശ്രദ്ധാവിഭാഗങ്ങൾ 17ാമത്തെ അധ്യായത്തിലേക്ക് കടക്കാണ്. 18 ദിവസത്തെ ഭഗവത്ഗീത ക്ലാസ്സിൽ ഇന്ന് 17ാമത്തെ ദിവസം. അപ്പൊ അതില് ശ്രദ്ധാവിഭാഗങ്ങൾ, അതാണ് നമ്മുടെ 17ാമത്തെ അധ്യായം. ഇന്നലെ നമ്മൾ 16ാമത്തെ അധ്യായം ദേവാസുര ഭാവങ്ങൾ കണ്ടു, ദൈവികമായിട്ടുള്ള 26 ഗുണങ്ങൾ കണ്ടു, ആസുരിക സ്വഭാവത്തിലുള്ളവരെ കുറിച്ച് പറഞ്ഞു. ആസുരിക സ്വഭാവത്തിലുള്ളവർക്ക് ഒരിക്കലും ഭഗവാനെ അറിയാനുള്ള അവസരം ഭഗവാൻ കൊടുക്കുന്നില്ല എന്ന് കണ്ടു അല്ലെ നമ്മള്. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്, ആ ദൈവിക ഗുണങ്ങൾ നമ്മൾ വളർത്തിയെടുക്കാൻ ശ്രമിക്കണം എന്നുള്ളത് മനസ്സിലാക്കി. പിന്നെ നമ്മൾ പത്താത്മാവിനുണ്ടാകുന്ന 4 ന്യൂനതകൾ നമ്മൾ കണ്ടു. പിന്നെ വേറെ എന്താണ് പറഞ്ഞത്, നമ്മുടെ എല്ലാ തരത്തിലുള്ള ക്ലേശങ്ങൾക്കും കാരണം എന്താണ്? അജ്ഞാനമാണ് നമ്മുടെ ക്ലേശങ്ങൾക്ക് കാരണം എന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അതായത് ശാസ്ത്രങ്ങളെ കൂടെ ഭഗവാനെ കുറിച്ചുള്ള അറിവ് തരുന്ന പ്രമാണങ്ങളോടുള്ള വെറുപ്പ്, അപ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്? അജ്ഞാനം ഉണ്ടാകുന്നത്. അതാണ് നമ്മുടെ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങൾക്കും കാരണം എന്നുള്ളതും നമ്മൾ കണ്ടു. ഇന്ന് അധ്യായം 17 ശ്രദ്ധാവിഭാഗങ്ങൾ. 17ാമത്തെ അധ്യായം ശ്രദ്ധ എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? വിശ്വാസം. ശ്രദ്ധ എന്ന് വെച്ചാല് വിശ്വാസം എന്നാണ് അർത്ഥം. അപ്പൊ നമ്മള് ഭക്തിയുടെ 9 തലങ്ങളിൽ ആദ്യത്തേതാണ് എന്ത്? ശ്രദ്ധ. ശ്രദ്ധ എന്ന് വെച്ചാൽ ഫസ്റ്റ് നമുക്ക് എന്ത് ഉണ്ടാവണം? വിശ്വാസം ഉണ്ടാവണം. വിശ്വാസം ആരിലും ഉണ്ടാവേണ്ടത്? നമുക്ക് ഭഗവാനിൽ വിശ്വാസം ഉണ്ടാവുക. ഏതൊരു സമയത്തും നമ്മുടെ ഭഗവാൻ നമ്മളെ കൂടെ ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസം, അത് നമുക്ക് ഉണ്ടായാലാണ് നമുക്ക് എന്ത് വരുന്നത്? ഭഗവാനോടുള്ള ഒരു ആഗ്രഹം വരുന്നത്, നമ്മളിൽ ഭക്തി വരാനൊക്കെ തുടങ്ങുന്നത്. അപ്പൊ ആദ്യത്തെ ഭക്തിയുടെ തലത്തിൽ ആദ്യം വരുന്നതാണ് എന്ത്? ശ്രദ്ധ, വിശ്വാസം. അപ്പൊ ശ്രദ്ധാ വിഭാഗങ്ങൾ എന്ന് പറഞ്ഞാല് നമ്മുടെ ഓരോരുത്തരുടെ വിശ്വാസങ്ങളും എന്തനുസരിച്ച് മാറ്റമുണ്ട്? നമ്മൾ ഈ പറഞ്ഞ ഈ ഗുണങ്ങൾ, ഈ ത്രിഗുണങ്ങൾ അനുസരിച്ച് എല്ലാത്തിനും വ്യത്യാസം ഉണ്ടാവും. നമ്മളെ ഓരോരുത്തരിലും എന്ത് ബാധിക്കും? ത്രിഗുണങ്ങൾ നമ്മളെ സ്വാധീനിക്കും. ഈ ത്രിഗുണങ്ങൾ അനുസരിച്ചാണ് നമ്മുടെ സ്വഭാവം രൂപീകരിക്കപ്പെടുന്നത്. ആ സ്വഭാവത്തിനനുസരിച്ചാണ് നമ്മുടെ പ്രവർത്തികൾ വരുന്നത്. അതേപോലെ തന്നെ നമ്മുടെ വിശ്വാസങ്ങൾ എന്തിൽ വരും? അനുസരിച്ച് വരും. ഈ ത്രിഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ വരും. ത്രിഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ വിശ്വാസങ്ങളും ഈ ത്രിഗുണങ്ങളുടെ അനുസരിച്ച് തന്നെ വരും. അപ്പൊ അതാണ് നമുക്ക് നോക്കാം. ഈ അധ്യായത്തില് 3 ഗുണത്തിലുള്ളവരുടെ വിശ്വാസങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. 3 ഗുണത്തിലുള്ളവരുടെ ആഹാര രീതികളെ കുറിച്ച് പറയുന്നു. യജ്ഞത്തെ കുറിച്ച്, ദാനത്തെ കുറിച്ച്, അതിനെ കുറിച്ചൊക്കെയാണ് ഇതിൽ പറയുന്നത്. തപസ്സിനെ കുറിച്ചൊക്കെയാണ് ഈ അധ്യായത്തില് 3 ഗുണത്തിലുള്ളവരുടെ. ഓരോ ഗുണത്തിലുള്ളവരും എങ്ങനെയാണെന്നുള്ളതാണ് ഈ അധ്യായത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നത്. ഈ അധ്യായം കഴിയുമ്പോഴേക്കും നമ്മൾ ഏത് ഗുണത്തിലാണെന്നുള്ളത് നമുക്ക് ഏകദേശം ഒരു രൂപം നമുക്ക് കിട്ടും. കാരണം ഭക്ഷണത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ആ ഭക്ഷണത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ ഏത് ഗുണത്തിലാണ് ഇരിക്കുന്നത് എന്നുള്ളത്. അതിന് നമുക്കിന്നൊരു തീരുമാനമാക്കാൻ പറ്റും. ഹരേ കൃഷ്ണ. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിൽ നിന്ന് നമ്മൾ അടുത്തേക്ക് മാറാനായിട്ട് നമ്മൾ നോക്കാം. അത്രയാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അധ്യായം 17 അല്ലേ?
അധ്യായം 17 ശ്രദ്ധാവിഭാഗങ്ങൾ. ഓം നമോ ഭഗവതേ വാസുദേവായ. അർജുന ഉവാച യേ ശാസ്ത്രാവിധിമുത്സൃജ്യ യജന്തെ ശ്രദ്ധയാനിതഃ തേഷാം നിഷ്ഠാ തു കാ കൃഷ്ണ സപ്തമാഹോ രജസ്തമ. അർജുനൻ ചോദിച്ചു, അല്ലയോ കൃഷ്ണ, ശാസ്ത്രവിധികളൊന്നും പിന്തുടരാതെ തങ്ങളുടെ സ്വന്തം ഭാവനയനുസരിച്ച് ആരാധന ചെയ്യുന്നവരുടെ സ്ഥിതി എന്താണ്? സത്ത് രജ തമോ ഗുണങ്ങളിൽ ഏതാണ് അവരിൽ കാണുന്നത്? അപ്പൊ അർജുനൻ ഭഗവാനോട് ചോദിക്കുകയാണ്. കാരണം കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞു അസുര സ്വഭാവത്തിലുള്ളവരെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പൊ അർജുനൻ മനസ്സിലാക്കുന്ന അസുര സ്വഭാവികൾ എന്ന് വെച്ചാൽ എങ്ങനെയാണ്? ശാസ്ത്രവിധികൾ അനുസരിക്കാത്തവരാണ്, ശാസ്ത്രങ്ങൾക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നവരാണ് നമ്മൾ കണ്ടു. അപ്പൊ അങ്ങനെ ശാസ്ത്രവിധികളൊന്നും പിന്തുടരാതെ സ്വന്തം ഭാവനയ്ക്ക് അനുസരിച്ച് അല്ലെങ്കിൽ തന്നിഷ്ടത്തിന് ആരാധന ചെയ്യുന്നവരുടെ സ്ഥിതി എന്താണ്? അവരില് ഈ സത്വ രജോ തമോ ഗുണങ്ങളില് ഏതാണ് അവരിൽ കാണുന്നതെന്നാണ് ഇവിടെ ആര് ചോദിക്കുന്നത്? അർജുനൻ ഭഗവാനോട് ചോദിക്കുന്നത്. സത്വാനുരൂപ സർവസ്യ ശ്രദ്ധാ ഭവതി ഭാരത ശ്രദ്ധാമയോയം പുരുഷോ യോയ ശ്രദ്ധാ സ ഏവ സഹ. വ്യത്യസ്തമായ പ്രകൃതി ഗുണങ്ങളിൽ സ്ഥിതി ചെയ്യുന്നതിനനുസരിച്ച് അല്ലയോ ഭാരത ശ്രേഷ്ഠ, ഓരോ വ്യക്തിയും ഓരോ തരത്തിലുള്ള വിശ്വാസത്തെ വളർത്തിയെടുക്കുന്നു. താൻ ആർജിച്ച ഗുണങ്ങൾക്കനുസരിച്ച് ജീവസത്തുകളെ ഓരോ പ്രത്യേക വിശ്വാസമുള്ളവരെന്ന് പറയപ്പെടുന്നു. അപ്പൊ വ്യത്യസ്ത പ്രകൃതി ഗുണങ്ങളിൽ സ്ഥിതി ചെയ്യുന്നതനുസരിച്ച് അപ്പൊ പ്രകൃതിയുടെ 3 ഗുണങ്ങൾ, ആ 3 ഗുണങ്ങളിൽ ഏതെങ്കിലും ഒന്നിലായിരിക്കും സ്ഥിതി ചെയ്യുന്നത്. അതിനനുസരിച്ച് അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? ഭഗവാൻ പറയാണ്, ഭാരതശ്രേഷ്ഠ അർജുനനോട് പറയാണ്, ഓരോ വ്യക്തിയും ഓരോ തരത്തിലുള്ള വിശ്വാസത്തെ വളർത്തിയെടുക്കും. അപ്പൊ ഏത് ഗുണമാണോ നമ്മളിൽ സ്വാധീനിച്ചിരിക്കുന്നത് ആ ഗുണത്തിനനുസരിച്ച് ഓരോ വ്യക്തിയും ഓരോ തരത്തിലുള്ള വിശ്വാസത്തെ വളർത്തിയെടുക്കും. താൻ ആർജിച്ച ഗുണങ്ങൾക്കനുസരിച്ച് ജീവസത്തുകളെ ഓരോ വിശ്വാസമുള്ളവരെന്ന് പറയപ്പെടും. അപ്പോ ആ ഗുണങ്ങൾക്കനുസരിച്ചാണ് അവർക്ക് എന്ത് വരുന്നത്? ഓരോ വിശ്വാസങ്ങളും വരുന്നത്. ആ ഗുണങ്ങളെ വളർത്തിയെടുക്കുന്നത് ഇവിടെ ഗുണങ്ങൾക്കനുസരിച്ചാണ് പ്രത്യേക വിശ്വാസമുള്ളവരായിട്ട് അവരെ പറയുന്നത്. അപ്പൊ അതിനനുസരിച്ച് നമ്മളില് വിശ്വാസം വളർന്നു വരാണ് ചെയ്യുന്നത്. യജന്തേ സ്വാത്വികാ ദേവാൻ യക്ഷ രക്ഷാംസി രാജസ പ്രേതാൻ ഭൂതഗണാം ചെന്യ യജന്തേ താമസാ ജനഃ. സ്വാത്വികരായ ജനങ്ങൾ ദേവന്മാരെയും രാജസ സ്വഭാവികൾ അസുരന്മാരെയും തമോ ഗുണപ്രധാനികൾ ഭൂതപ്രേതങ്ങളെയും ആരാധിക്കുന്നു. അപ്പൊ ഭഗവാൻ പറയാണ്, സ്വാത്വികരായിട്ടുള്ള ജനങ്ങൾ ആരെ ആരാധിക്കുന്നു? ദേവന്മാരെ ആരാധിക്കുന്നു. രാജസ സ്വഭാവികള് അസുരന്മാരെ ആരാധിക്കുന്നു. തമോ ഗുണത്തിലുള്ളവര് ഭൂതപ്രേതങ്ങളെ ആരാധിക്കുന്നു. അപ്പൊ ഇവിടെ സ്വാത്വികരായിട്ടുള്ളവർ ആരാധിക്കും? ദേവന്മാരെ ആരാധിക്കും. രാജസ സ്വഭാവികൾ അസുരന്മാരെ ആരാധിക്കും. തമോ ഗുണത്തിലുള്ളവരെ ആരാധിക്കും. ഭൂതപ്രേതാദികളെ ആരാധിക്കും. അപ്പോ ഭഗവാൻ ആരാധിക്കുന്നവരാരാണ്? സാത്വികന്മാര് ദേവന്മാരെ കണ്ടില്ലേ? മുകളിൽ എഴുതിയിരിക്കുന്ന സാത്വികന്മാര് ദേവന്മാരെ ആരാധിക്കുന്നു. ഭഗവാൻ ആരാധിക്കുന്നവരാരാണ്? എങ്ങനെ? വസുദേവ ഗുണത്തിലേക്കുള്ളവർ, വസുദേവ ഗുണത്തിൽ വിശുദ്ധ സത്യത്തിലുള്ളവര് അല്ലെങ്കിൽ വസുദേവ ഗുണത്തിലേക്ക് പോകാതെ വിശുദ്ധ സത്യം, ഈ 3 ഗുണത്തിനെ മറികടന്നൊരവസ്ഥ നമ്മൾ പറഞ്ഞില്ലേ? ഈ 3 ഗുണത്തിനെ മറികടന്നിട്ടുള്ള ഒരവസ്ഥ, അതാണ് വിശുദ്ധ സത്വം. ആ വിശുദ്ധ സത്വത്തിലുള്ളവരാണ് ആരെ ആരാധിക്കുന്നത്? ഭഗവാനെ ആരാധിക്കുന്നു. സാത്വികരായിട്ടുള്ളവര് ദേവന്മാരെ ആരാധിക്കുന്നു. രാജസ സ്വഭാവികൾ അസുരന്മാരെ ആരാധിക്കുന്നു. തമോ ഗുണത്തിലുള്ളവര് ഭൂതപ്രേതാദികളെ ആരാധിക്കുന്നു. വിശുദ്ധ സത്വത്തിലുള്ളവര് ഭഗവാനെ ആരാധിക്കും. അതായത് 3 ഗുണങ്ങളെ മറികടന്നിട്ടുള്ളവര്. അടുത്തത് കാമം, ആസക്തി എന്നിവയാൽ പ്രേരിതനായി അഹംഭാവത്തോടു കൂടി സ്വശരീരത്തിലെ ഭൗതിക മൂലകങ്ങളെയും ശരീരത്തിൽ കുടികൊള്ളുന്ന പരമാത്മാവിനെ തന്നെയും ദ്രോഹിച്ചുകൊണ്ട് ശാസ്ത്ര നിർദ്ദിഷ്ടമല്ലാത്ത കഠിന തപസ്സ അനുഷ്ഠിക്കുന്ന വിഡ്ഢികൾ അസുരന്മാരാണ്. അപ്പൊ അസുരന്മാരെ എങ്ങനെയുള്ളവരാണെന്ന് പറഞ്ഞത്? കാമം, ആസക്തി ഇവയാൽ പ്രേരിതരായിക്കൊണ്ട് അഹംഭാവത്തോടു കൂടി സ്വന്തം ശരീരത്തിലെ ഭൗതിക മൂലകങ്ങളെ അല്ലെങ്കിൽ ശരീരത്തിൽ കുടികൊള്ളുന്ന പരമാത്മാവിനെ തന്നെയും ദ്രോഹിച്ചുകൊണ്ട് ശാസ്ത്രങ്ങൾക്ക് വിരുദ്ധമായിട്ട് കഠിന തപസ്സുകൾ അനുഷ്ഠിക്കുന്നവരാരാണ്? അവര് വിഡ്ഢികളാണ്, അസുരന്മാരാണെന്ന് പറയാണ്. നമ്മുടെ ശരീരത്തിന് ഉപദ്രവിച്ചുകൊണ്ട് അത് നമുക്ക് മരണസമരം സംഭവിക്കാവുന്ന പ്രവർത്തികളാണ്. ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ആരും അനുകൂലിക്കുന്നില്ല. ഭഗവാൻ ഒരിക്കലും അനുകൂലിക്കുന്നില്ല. ശരീരത്തിനെ ഉപദ്രവിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ പരമാത്മാവിനെ തന്നെ ദ്രോഹിക്കുന്ന രീതിയിൽ ശാസ്ത്രങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള കഠിന തപസ്സുകൾ അനുഷ്ഠിക്കുന്ന വിഡ്ഢികള് അസുരന്മാരാണെന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. അതിനെ ഒരിക്കലും ഭഗവാൻ എന്ത് ചെയ്യുന്നില്ല? അനുകൂലിക്കുന്നില്ല.
ആഹാരസ്തപി സർവസ്യ ത്രിവിധോ ഭവതി പ്രിയഃ യജ്ഞസ്തപാസ്തഥാ ദാനം തേഷാം ഭേദാമിമം ശൃണു. മനുഷ്യർക്ക് ഭക്ഷണ വിഷയത്തിൽ പോലും ഇഷ്ടാനിഷ്ടങ്ങൾ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ അനുസരിച്ചായിരിക്കും. അപ്പൊ ഈ പ്രകൃതിയുടെ ത്രിഗുണങ്ങൾക്കനുസരിച്ച് നമുക്ക് ഭക്ഷണത്തിലും എന്ത് വരുന്നുണ്ട്? ഇഷ്ടാനിഷ്ടങ്ങൾ വരുന്നുണ്ട്. യജ്ഞം, ദാനം, തപസ് ഇവയുടെ കാര്യത്തിലും അങ്ങനെ തന്നെ. അപ്പൊ ഇവയുടെ വ്യത്യാസങ്ങളെ പറ്റി പറയണം. അപ്പൊ യജ്ഞങ്ങളായാലും തപസ്സായാലും ദാനമായാലും പിന്നെ ഭക്ഷണം, ഈ എല്ലാ കാര്യത്തിലും എന്തുണ്ട്? ഈ ത്രിഗുണങ്ങളുടെ അടിസ്ഥാനത്തില് വ്യത്യാസമുണ്ട്. അപ്പൊ അതിനെ കുറിച്ചാണ് ഇനി പറയുന്നത്. അപ്പൊ ഓരോന്നിനെയും കുറിച്ച് പറയാണ് ഇനി. ഫസ്റ്റ് ഭക്ഷണത്തെ കുറിച്ചാണ് പറയുന്നത്. എന്താ പറയണത്? ആയു സത്വബലാരോഗ്യം സുഖ പ്രീതി വിവർധനഃ രസ്യ സ്നിഗ്ധ സ്ഥിരാകൃത്യ ആഹാര സ്വാത്വിക പ്രിയഃ. ദീർഘായുസ് നൽകുന്നതും നിലനിൽപ്പിനെ തന്നെ ശുദ്ധീകരിക്കുന്നതും ബലം നൽകുന്നതും ആരോഗ്യത്തെയും സന്തുഷ്ടിയെയും സംതൃപ്തിയെയും വളർത്തുന്നതും രസവത്തും പ്രീതികരവും സ്നിഗ്ധവും ആസ്വാദികരവുമായിട്ടുള്ള ആഹാരമായിരിക്കും സ്വാത്വിക സ്വഭാവർക്ക് ഇഷ്ടപ്പെടുന്നത്. അപ്പൊ സ്വാത്വിക സ്വഭാവത്തിലുള്ളവർ ഇഷ്ടപ്പെടുന്ന ഭക്ഷണം എന്ന് പറയുന്നത് ഒന്ന് ദീർഘായുസ് നൽകുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങൾ, നിലനിൽപ്പിനെ തന്നെ ശുദ്ധീകരിക്കുന്ന ഭക്ഷണം, ബലം നൽകുന്നത്, അതായത് ശരീരത്തിന് ആരോഗ്യം നൽകുന്നത്, സന്തുഷ്ടി സംതൃപ്തി ബലം നൽകുന്നത്, രസവത്തായിട്ടുള്ളത്, പ്രീതികരമായിട്ടുള്ളത്, സ്നിഗ്ധമായിട്ടുള്ളത്, അതായത് അത്യാവശ്യത്തിന് കൊഴുപ്പുള്ള ഭക്ഷണം, പിന്നെ ആസ്വാദ്യമായിട്ടുള്ള ആഹാരമാണ് ആര് ഇഷ്ടപ്പെടുന്നത്? സാത്വിക സ്വഭാവത്തിലുള്ളവർ ഇഷ്ടപ്പെടുന്നത്. അതായത് നമ്മുടെ ശരീരത്തിന് ആരോഗ്യം പ്രദാനം ചെയ്യുന്ന, ഊർജം പ്രദാനം ചെയ്യുന്ന, അതായത് ഓജസ്സും തേജസ്സും ഒക്കെ പ്രദാനം ചെയ്യുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങളാണ് ആരിഷ്ടപ്പെടുന്നത്? സാത്വിക സ്വഭാവത്തില് ഉള്ളവർ ഇഷ്ടപ്പെടുന്ന ഭക്ഷണം എന്ന് പറയുന്നത്. നമ്മള് സാത്വികർ ഇഷ്ടപ്പെടുന്ന ഭക്ഷണത്തിന് കാണിച്ചിരിക്കുന്നത് ഭഗവാൻ ഇവിടെ നമ്മൾ ഇസ്കോണിൽ ഓഫർ ചെയ്യുന്ന ആ ഭക്ഷണത്തിന്റെ ഒരു രീതിയാണ് പറയുന്നത്. എല്ലാ തരത്തിലുള്ള പദാർത്ഥങ്ങൾ ആർക്ക് സമർപ്പിക്കും? ഭഗവാന് സമർപ്പിക്കും, നമ്മൾ കഴിക്കുന്ന. പക്ഷെ എന്താണ് അതില് നമ്മൾ ഈ ഒഴിവാക്കാൻ പറഞ്ഞിട്ടുള്ള കുറച്ച് ഭക്ഷണങ്ങൾ ഉണ്ട് അല്ലെ, അത്തരത്തിലുള്ള നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഏതൊരു ഭക്ഷണം വെക്കുമ്പോഴും ഭഗവാൻ എന്ത് കൂടി വെക്കും? തുളസിയിലയും കൂടി ഇട്ടിട്ടാണ് നമ്മൾ ഭഗവാന് സമർപ്പിക്കുന്നത്. ഇനി അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് എന്താണ്? കട്മള ലവണ തിഷ്ണു തീഷ്ണ രുക്ഷാവിദാഹിനഃ ആഹാര രാജസ ശ്രേഷ്ഠ്യ ദുഃഖ ശോകാമയ പ്രദ. ഇനി രാജസ സ്വഭാവത്തിലുള്ളവര് കയ്പ്, പുളിപ്പ്, ഉപ്പുരസം, കടുത്ത എരിവ്, ചൂട്, വരൾച്ച എന്നിവ കൂടുതലുള്ള ആഹാര പദാർത്ഥങ്ങളെ രാജസ സ്വഭാവികൾ ഇഷ്ടപ്പെടുന്നു. ഇത്തരം ഭക്ഷ്യങ്ങൾ ദുഃഖത്തിനും രോഗങ്ങൾക്കും വഴിവെക്കുന്നതാണ്. അപ്പോൾ കയ്പുള്ള ഭക്ഷണം, കയ്പ് എന്ന് വെച്ചാൽ നമ്മൾ പാവയ്ക്കയുടെ കയ്പല്ല, അല്ലാതെ കയ്പുണ്ടാകുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങള്, പുളി എന്ന് വെച്ചാൽ സാധാരണ എല്ലാം ഭയങ്കര പുളി, എല്ലാതും കുറച്ച് കൂടുതലായിരിക്കും, എക്സ്ട്രീം ആയിരിക്കും. പുളി കൂടുതല്, ഉപ്പ് കൂടുതല്, ചൂട്, ഭയങ്കര ചൂടുള്ള ഭക്ഷണം, എരിവ്, നല്ല എരിവുള്ള ഭക്ഷണം, വരൾച്ച ഡ്രൈ ആയിരിക്കുന്ന ഭക്ഷണങ്ങള്, ഇത്തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ് ആരിഷ്ടപ്പെടുക? രാജസ സ്വഭാവികൾ. അതായത് എല്ലാത്തിന്റെ എക്സ്ട്രീം ആയിരിക്കും. നല്ല പുളി ഉണ്ടാവണം, നല്ല ഉപ്പ് ഉണ്ടാവണം, നല്ല ചൂട് ഉണ്ടാവണം, നല്ല എരിവ് ഉണ്ടാവണം. അങ്ങനെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ് രാജസ സ്വഭാവികൾ ഇഷ്ടപ്പെടുന്നത്. അത്തരത്തിലുള്ള ഭക്ഷ്യങ്ങൾ നമുക്ക് എന്തുണ്ടാക്കും? ദുഃഖത്തിനും രോഗങ്ങൾക്കും വഴിവെക്കുന്നതാണ്, നമുക്ക് അസുഖങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ. അപ്പൊ കുറെ എരിവ് കഴിക്കുന്നവർക്കൊക്കെ അസുഖങ്ങൾ ഉണ്ടാവും. അതേപോലെ തന്നെ ഉപ്പ്, എല്ലാതും നമുക്കറിയാം. അപ്പൊ സാധാരണയിൽ നിന്ന് കുറച്ച് കൂടുതലാണ് അവർക്ക് ഇതൊക്കെ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ളതാണ് രാജസ സ്വഭാവികള് ഇഷ്ടപ്പെടുന്ന ഭക്ഷണം എന്ന് പറഞ്ഞത്. യാതയാമം ഗതരസം പൂതി പരിഷിതം ജയത് ഉച്ഛിഷ്ടാമപി ചാമേധ്യം ഭോജനം താമസപ്രിയം. 3 മണിക്കൂർ മുമ്പ് പാകം ചെയ്തതും സ്വാദ് നഷ്ടപ്പെട്ടതും ദുർഗന്ധമുള്ളതും ഉച്ഛിഷ്ടവും തൊടാൻ കൊള്ളാത്തതുമായ ഭക്ഷണങ്ങളാണ് താമസ സ്വഭാവികൾ ഇഷ്ടപ്പെടുന്നത്. അപ്പൊ താമസ സ്വഭാവത്തിലുള്ളവർ എങ്ങനെയാണ് ഇഷ്ടപ്പെടുന്നത്? 3 മണിക്കൂർ മുന്നേ പാകം ചെയ്ത ഭക്ഷണം, സ്വാദ് നഷ്ടപ്പെട്ട ഭക്ഷണം, ദുർഗന്ധമുള്ളത് അല്ലെങ്കിൽ ഉച്ഛിഷ്ടം, തൊടാൻ കൊള്ളാത്തതായിട്ടുള്ള ഭക്ഷണങ്ങളാണ് ആരിഷ്ടപ്പെടുന്നത്? താമസ സ്വഭാവികൾ ഇഷ്ടപ്പെടുന്നത്. അപ്പൊ താമസ സ്വഭാവികൾ ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്ന് പറയുമ്പോൾ ഒന്ന് എന്താ പറയുന്നത്? 3 മണിക്കൂർ മുന്നേ പാകം ചെയ്യുന്നത്. പിന്നെ സ്വാദ് നഷ്ടപ്പെട്ടതായിരിക്കും, അതായത് കുറച്ച് കേടായ ഭക്ഷണങ്ങളാകാം, ദുർഗന്ധമുള്ളത് അല്ലെങ്കിൽ ഉച്ഛിഷ്ടം അല്ലെങ്കിൽ തൊടാൻ കൊള്ളാത്തതായിട്ടുള്ള ഭക്ഷണങ്ങൾ, ഇതൊക്കെയാണ് ആരിഷ്ടപ്പെടുന്നത്? താമസ സ്വഭാവം, അതായത് സാത്വികത്തിന്റെ നേരെ വിപരീതം. അത്തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ് ആരിഷ്ടപ്പെടാ? താമസ സ്വഭാവത്തിലുള്ളവർ ഇഷ്ടപ്പെടുന്നത്. ഇവിടെ 3 മണിക്കൂർ മുന്നേ പാകം ചെയ്തെന്നും കൂടി പറയുന്നുണ്ട്. അതുകൊണ്ട് എന്താണ് അർത്ഥാക്കുന്നത്? ഹരേ കൃഷ്ണ. ഫ്രിഡ്ജിലൊക്കെ വെച്ച പഴയ സാധനം ആവാം, അല്ലെങ്കിൽ തലേദിവസത്തെ ഫ്രിഡ്ജിൽ വെച്ച പഴയ സാധനവും തലേദിവസത്തെ ഭക്ഷണവും ഒക്കെ ആവാം.
അങ്ങനെയാണെങ്കിൽ 3 മണിക്കൂറല്ലേ, അതിൽ കൂടുതലായില്ലേ? നമ്മളിപ്പോ അതെ രാവിലെ ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉച്ചയാകുമ്പോഴേക്കും 3 മണിക്കൂർ കഴിഞ്ഞില്ലേ? അതെ അതെ കഴിക്കണം എന്ന്. അപ്പൊ നമ്മളൊക്കെ താമസ സ്വഭാവത്തിലുള്ളവരായില്ലേ? അപ്പൊ ഇത് പറഞ്ഞു വരുമ്പോ അല്ലെ, എങ്ങനെയാണ് അതെ. പറയുന്നത് അവിടെ? ഫ്രഷ് അല്ലാത്ത ഭക്ഷണം 3 ഫ്രഷ് മണിക്കൂർ അല്ലാത്ത മുമ്പ്. ഭക്ഷണം. അതായത് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന എന്തിനാ കഴിക്കുന്നത്? വിശപ്പ് മാറാൻ. വിശപ്പ് മാറാൻ. അതിന് മാത്രമാണ് നമ്മൾ കഴിക്കുന്നത്. നല്ല ആരോഗ്യത്തിന്. ആരോഗ്യം, ഊർജ്ജം ഉണ്ടാവാനായിട്ടില്ല, നമുക്ക് പ്രവർത്തിക്കാൻ നമുക്ക് എന്ത് വേണം? ഊർജ്ജം വേണം അല്ലേ? അപ്പൊ നമുക്ക് ഊർജ്ജം കിട്ടാൻ വേണ്ടിയിട്ട്, ശരീരത്തിന് ഊർജ്ജം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ 3 മണിക്കൂർ മുന്നേ പാകം ചെയ്തെന്ന് വെച്ചാല് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന്റെ ഉദ്ദേശം നമുക്ക് അതിൽ നിന്ന് എന്ത് വേണം? എനർജി ഉണ്ടാവണം. 3 മണിക്കൂർ കഴിയുമ്പോ ആ ഭക്ഷണത്തിന്റെ ഇത് കുറഞ്ഞു വരും. ഹരേ കൃഷ്ണ. അപ്പൊ അതിന്റെ എന്താ സംഭവിക്കുന്നത്? ആ ഭക്ഷണത്തിന്റെ ഗുണം കുറഞ്ഞു വരാണ് ചെയ്യുക. ഇപ്പൊ നമ്മളൊരു ചോറ് കഴിക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മള് ആ കഴിക്കുന്ന വെറുതെ വയറ് നിറയാൻ വേണ്ടി കഴിക്കുന്ന പോലെ ആയിട്ട് മാറും. നമ്മൾ എന്തൊരു ഭക്ഷണം വയറ് നിറയാൻ വേണ്ടിയിട്ടല്ല നമ്മൾ കഴിക്കുന്നത്. നമ്മളെ വിശപ്പ് മാറ്റാന്ന് മാത്രമല്ല ഉദ്ദേശം. എന്താണ്? അതിൽ നിന്നാണ് നമുക്ക് ഊർജ്ജം കിട്ടുന്നത്, നമുക്ക് പ്രവർത്തിക്കേണ്ടത്. അപ്പോൾ അത് ആ ഒരു ഗുണം നമുക്ക് കിട്ടാൻ പോണില്ല. അപ്പൊ നമ്മൾ ഭക്ഷണം വെറുതെ കഴിക്കുന്നു എന്നല്ലാതെ അതിന്റെ പ്രയോജനം നമുക്ക് അനുഭവിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 3 മണിക്കൂർ എന്ന് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഭക്ഷണം കേടുന്നുള്ളതല്ല. മെയിനായിട്ട് ഒരു ഭക്ഷണത്തിന്റെ ഒരു ഉദ്ദേശം ഉണ്ടല്ലോ, അതവിടെ നടക്കുന്നില്ല. അതുകൊണ്ടാണ് അതിനെ നമ്മൾ താമസത്തിലാണ് പറയുന്നത്. അപ്പൊ 3 തരത്തിലുള്ളവരുടെ ഭക്ഷണത്തെ കുറിച്ച് പറഞ്ഞു നമ്മള്. സാത്വികം, രാജസികം, താമസികമായിട്ടുള്ള. സാത്വികര് പറഞ്ഞു ശരീരത്തിന് ഓജസ്സും തേജസ്സും പ്രധാനം നൽകുന്ന സന്തുഷ്ടിയും ആരോഗ്യമൊക്കെ വളർത്തുന്ന തരത്തിലുള്ള ഭക്ഷണമാണ് സാത്വിക സ്വഭാവത്തിലുള്ളവർ ഇഷ്ടപ്പെടുന്നത്. രാജസിക സ്വഭാവത്തിലുള്ളവർ ഇഷ്ടപ്പെടുന്നവര് ഭയങ്കര കയ്പുള്ളത്, എരിവുള്ളത്, പുളിയുള്ളത്, ചൂടുള്ളത്, അത്തരത്തിലുള്ള ഭക്ഷണങ്ങള് രാജസ സ്വഭാവത്തിലുള്ളവർ ഇഷ്ടപ്പെടുന്നു. താമസിക സ്വഭാവത്തിലുള്ളവര് 3 മണിക്കൂർ മുന്നേ പാകം ചെയ്തത്, സ്വാദ് നഷ്ടപ്പെട്ടത്, പിന്നെന്താണ് ദുർഗന്ധമുള്ളത്, ഉച്ഛിഷ്ടം, ഇത്തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങള് താമസിക സ്വഭാവത്തിലുള്ളവര് ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞു. ഇനി 3 ഗുണത്തിലുള്ളവരുടെ യജ്ഞത്തെ കുറിച്ചാണ് പറയുന്നത്. അഫലാകാംക്ഷി ഭിർ യജ്ഞോ വിധി ദിഷ്ടോയ ഇച്ഛതേ യഷ്ടവ്യമേവേതി മനഃ സമാധായ സാത്വികഃ. യജ്ഞങ്ങളിൽ വെച്ച് ഫലം ഉദ്ദേശിക്കാതെയും സശ്രദ്ധമായും വേദവിധി പ്രകാരം കർത്തവ്യ ബോധത്തോടെ അനുഷ്ഠിക്കുന്ന യജ്ഞം സാത്വികം. അപ്പൊ യജ്ഞങ്ങളിൽ വെച്ച് ഫലം ആഗ്രഹിക്കാതെ ശ്രദ്ധയോടുകൂടി വേദവിധി പ്രകാരം കർത്തവ്യ ബോധത്തോടെ അനുഷ്ഠിക്കുന്ന യജ്ഞമാണ് എന്ത്? സാത്വികമായ യജ്ഞം എന്ന് പറയുന്നത്. അപ്പൊ ഫലം ആഗ്രഹിക്കാതെ ശ്രദ്ധയോടുകൂടി വേദവിധി പ്രകാരം കർത്തവ്യ ബോധത്തോടെ അനുഷ്ഠിക്കുന്ന യജ്ഞം സാത്വികമായ യജ്ഞം. അപ്പൊ യജ്ഞങ്ങളില് എന്ത് വരുന്നില്ല? ഫലം ആഗ്രഹിക്കുന്നില്ല, ശ്രദ്ധയോടുകൂടി ചെയ്യുന്നു, വേദത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം ചെയ്യുന്നു, കർത്തവ്യ ബോധത്തോടെ ചെയ്യുന്നു. അത്തരത്തിലുള്ള യജ്ഞമാണ് എന്ത്? സാത്വികമായ യജ്ഞം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു ഉദ്ദേശം മുൻനിർത്തി യജ്ഞങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതെന്തല്ല? സാത്വികമല്ല. പക്ഷെ ഫലം ആഗ്രഹിക്കാതെ ചെയ്യുന്ന യജ്ഞം സാത്വികമായ യജ്ഞം. അഭിസന്ധായ തൂ ഫലം ദമ്പാർത്ഥമപി ചൈവയത് ഇച്ഛതേ ഭരത ശ്രേഷ്ഠ തം യജ്ഞം വിധി രാജസം. ഭൗതികമായ ഏതെങ്കിലും പ്രയോജനത്തിന് വേണ്ടിയോ ഗർവ കാട്ടാനായോ അല്ലെങ്കിൽ അനുഷ്ഠിക്കാനായോ യജ്ഞം രാജസികമായ യജ്ഞം എന്ന് പറയുന്നു. അപ്പൊ ഭഗവാൻ പറയാണ് ഭൗതികമായ ഏതെങ്കിലും പ്രയോജനത്തിന് വേണ്ടിയിട്ട്, നമ്മൾ എന്തെങ്കിലും ലക്ഷ്യം നേടാൻ വേണ്ടി, ഇപ്പൊ സ്വർഗപ്രാപ്തി കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മളെ എന്തെങ്കിലും ഭൗതികമായ സുഖങ്ങൾക്ക് വേണ്ടിയിട്ട് യജ്ഞം ചെയ്യാം. പിന്നെ ഗർവ് കാട്ടാൻ വേണ്ടിയിട്ട്, അതായത് മറ്റുള്ളവരുടെ മുന്നിൽ ഞാൻ വലിയൊരാളാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് യജ്ഞങ്ങളൊക്കെ അനുഷ്ഠിക്കുക. അങ്ങനെയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് യജ്ഞങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതെന്താണ്? രാജസികമായ യജ്ഞമാണെന്ന് ഭഗവാൻ പറയുന്നു. ഇനി അടുത്തത് വിധിഹീനാമസൃഷ്ടാന്നം മന്ത്രഹീനാമ ദക്ഷിണം ശ്രദ്ധാവിരഹിതം യജ്ഞം താമസം പരിചക്ഷതേ. വേദോക്ത വിധികൾ അനുസരിക്കാതെ, പ്രസാദ വിതരണം ചെയ്യാതെ, മന്ത്രോച്ചാരണം കൂടാതെ, പൂജാരിക്ക് ദക്ഷിണ കൊടുക്കാതെ, വിശ്വാസമില്ലാതെ ചെയ്യപ്പെടുന്ന യജ്ഞം തമോ ഗുണത്തിലുള്ള യജ്ഞം. അപ്പൊ ഒന്ന് വേദത്തിലെ വേദവിധികൾ അനുസരിക്കുന്നില്ല, പിന്നെ പ്രസാദം വിതരണം ചെയ്യുന്നില്ല, മന്ത്രോച്ചാരണമില്ല, പൂജാരിക്ക് ദക്ഷിണയും കൊടുക്കുന്നില്ല. ഇതെല്ലാം കൂടാതെ എന്തില്ല? നമുക്ക് വിശ്വാസവും ഇല്ല. അങ്ങനെയാണെങ്കിൽ അത്തരത്തിലുള്ള യജ്ഞം എന്താണ്? തമോ ഗുണത്തിലുള്ള. അതായത് മറ്റുള്ളവരുടെ പ്രേരണ പ്രകാരം നമ്മൾ ചെയ്യാണ്. നമ്മള് ഇപ്പൊ വിശ്വാസം ഇല്ലാത്തവരോട് നമ്മൾ കുറെ പറഞ്ഞിട്ട് ഒരു യജ്ഞം ചെയ്യുന്ന പറഞ്ഞിട്ട് യജ്ഞം ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ അത് തമോ ഗുണമാണ്. പിന്നെ വേദവിധികൾ അനുസരിക്കുന്നില്ല. പിന്നെ ഏറ്റവും പ്രധാനം എന്താണ്? പ്രസാദം വിതരണം ചെയ്യുക എന്നുള്ളതാണ്. നമ്മള്
എല്ലാവർക്കും എന്ത് ചെയ്യണം? പ്രസാദം കൊടുക്കണം. പ്രസാദം നമ്മൾ ചോദിച്ചു മേടിക്കണം എന്ന് പറയാ. പ്രസാദം നമ്മുടെ എല്ലാ ദുഃഖങ്ങളും ഇല്ലാതാക്കാൻ എന്തുകൊണ്ട് സാധിക്കും? പ്രസാദം കൊണ്ട് സാധിക്കും. അപ്പൊ പ്രസാദം നമ്മൾ ചോദിച്ചു മേടിച്ച് കഴിക്കണം, കൈ നീട്ടി ചോദിച്ചു മേടിച്ച് കഴിക്കണം എന്ന് പറയാ. അങ്ങനെ പ്രസാദം വിതരണം ചെയ്യുന്നില്ല, മന്ത്രോച്ചാരണവും ഇല്ല, പിന്നെന്തോ ഇല്ല, പൂജാരിക്ക് ദക്ഷിണയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പൂജാരിക്ക് ദക്ഷിണ കൊടുക്കണം. അതും നമ്മൾ ചെയ്യുന്നില്ല, വിശ്വാസം ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള യജ്ഞം എന്താണ്? തമോ ഗുണത്തിലുള്ള യജ്ഞമാണ്. അപ്പൊ 3 ഗുണത്തിലുള്ള യജ്ഞം പറഞ്ഞു. യജ്ഞങ്ങള് ഫലം ആഗ്രഹിക്കാതെ ശ്രദ്ധയോടുകൂടി വേദവിധി പ്രകാരം കർത്തവ്യബോധത്തോടെ ചെയ്യുന്നത് സ്വാത്വികമായ യജ്ഞം. പിന്നെ ഭൗതികമായ പ്രയോജനത്തിന് വേണ്ടിയിട്ട് ഗർവ് കാട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത് രാജസികമായ യജ്ഞം. വേദവിധികൾ അനുസരിക്കാതെ, പ്രസാദ വിതരണമില്ലാതെ, മന്ത്രോച്ചാരണമില്ലാതെ, പൂജാരിക്ക് ദക്ഷിണ കൊടുക്കാതെ, വിശ്വാസമില്ലാതെ ചെയ്യുന്നത് എന്താണ്? താമസികമായിട്ടുള്ള യജ്ഞം. അപ്പൊ 3 ഗുണത്തിലുള്ളവരുടെ യജ്ഞത്തെ കുറിച്ച് പറഞ്ഞു. ഇനി 3 ഗുണത്തിലുള്ളവരുടെ തപസ്സിനെ കുറിച്ചാണ് പറയുന്നത്. തപസ് തന്നെ 3 തരമുണ്ട്: ശാരീരികം, മാനസികം, വാഗ്മയം. അങ്ങനെ പിന്നെ 3 ഗുണത്തിലുള്ളവരുടെ തപസ്സും: ദേവാധിജ ഗുരു പ്രാജ്ഞ പൂജനം ശൗചമാർജവം ബ്രഹ്മചര്യമഹിംസാച ശാരീരം തപ ഉച്യത്തെ. പരമപുരുഷൻ, ബ്രാഹ്മണൻ, ആധ്യാത്മികാചാര്യൻ, മാതാപിതാക്കൾ തുടങ്ങിയ ഉന്നതർ എന്നിവരെ ബഹുമാനിക്കൽ, എന്നിവരെ ആരാധിക്കൽ, ദേഹശുദ്ധി, ലാളിത്യം, ബ്രഹ്മചര്യം, അഹിംസ എന്നിവയെ ശാരീരിക തപസ് എന്ന് പറയുന്നു. അപ്പൊ ഇവിടെ പറയുന്നത് പരമപുരുഷൻ ആരാധിക്കുക, ബ്രാഹ്മണന്മാരെ ആരാധിക്കുക, ആധ്യാത്മിക ആചാര്യന്മാരെ ആദരിക്കുക അല്ലെങ്കിൽ ആരാധിക്കുക, മാതാപിതാക്കളെ ആദരിക്കുക, ഈ പറഞ്ഞ ഉന്നത വ്യക്തികളൊക്കെ ആരാധിക്കുക അല്ലെങ്കിൽ ആദരിക്കുന്നത്. പിന്നെ ദേഹശുദ്ധി, ലാളിത്യം, ബ്രഹ്മചര്യം, അഹിംസ ഇതൊക്കെ ഏതിൽ വരും? ശാരീരിക തപസ്സിൽ വരും. അതായത് നമ്മൾ എല്ലാവരും, നമ്മൾ സമൂഹത്തില് ഉയർന്ന തലത്തിൽ നിൽക്കുന്ന എല്ലാവരോടും നമ്മൾ ബഹുമാനം കാട്ടുക, ആദരവ് കാട്ടുക. പിന്നെ ദേഹശുദ്ധി വരുത്തുക, ലാളിത്യം, ബ്രഹ്മചര്യം, അഹിംസ ഇതൊക്കെ എന്തിൽ പറയുന്നതാണ്? ശാരീരിക തപസ്സില് പറയുന്നതാണ്. അനുദ്യോഗകരം വാക്യം സത്യം പിയാഹിതം ചയത് സ്വാധ്യായാഭ്യാസനം ചൈവ വാഗ്മയം തപ ഉച്യത്തെ. സത്യം പറയാ, പ്രയോജനകരമാകണം. അത് കേൾക്കുന്നവർക്ക് അല്ലെങ്കിൽ പറയുന്നവർക്ക് പ്രയോജനകരമാകുന്നതായിരിക്കണം. മറ്റുള്ളവർക്ക് ഉദ്യോഗം ഉണ്ടാക്കാത്തതായിരിക്കണം. കേൾക്കുന്നവർക്ക് ടെൻഷൻ ഉണ്ടാക്കുന്ന തരത്തിലുള്ളവരുത്. പിന്നെ ഹിതകരമായിട്ടുള്ള സംഭാഷണം, പതിവായിട്ടുള്ള മന്ത്രോച്ചാരണം അതെന്തിൽ വരും? വാഗ്മയ തപസ്സിൽ വരും. അപ്പൊ വാഗ്മയ തപസ് എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മൾ എന്ത് പറയണം? സത്യം മാത്രം പറയാൻ ശ്രമിക്കുക. പിന്നെ അത് പറയുന്നവർക്ക് അല്ലെങ്കിൽ കേൾക്കുന്നവർക്ക് പ്രയോജനകരമായിരിക്കുന്ന കാര്യങ്ങളായിരിക്കണം നമ്മൾ പറയേണ്ടത്. പിന്നെ അത് കേൾക്കുന്നവർക്ക് ഉദ്യോഗം ഉണ്ടാക്കാത്തതായിരിക്കണം. അവർക്ക് അതിനെക്കുറിച്ച് അതിനോടൊരു ഉത്കണ്ഠ ഉണ്ടാക്കുന്ന തരത്തിലുള്ളതാവരുത്. പിന്നെ ഹിതകരമായ സംഭാഷണം. പിന്നെന്താണ് പറഞ്ഞ? രണ്ടാമത്തത് വേദമന്ത്രോച്ചാരണവും എന്തിൽ വരും? വാഗ്മയ തപസ്സിൽ വരും. അപ്പൊ നമ്മൾ പറയുന്നത് സത്യം മാത്രം പറയാൻ ശ്രമിക്കുക. സത്യം എന്ന് പറയുമ്പോഴും അവിടെ എങ്ങനെയായിരിക്കണം? നമ്മുടെ ആ സാഹചര്യത്തിനനുസരിച്ചായിരിക്കണം നമ്മളിപ്പോ ചില സത്യങ്ങൾ നമുക്ക് എന്ത് പറയും? നമ്മൾ അപ്രിയ സത്യങ്ങൾ ഉണ്ടാവും, അവിടെ നമ്മൾ എന്ത് പറയണം? അതിനാണ് ഇവിടെ വേറൊരു കാര്യം കൂടി പറഞ്ഞിരിക്കുന്നത്: കേൾക്കുന്നവർക്ക് എന്തുണ്ടാവരുത്? ഉദ്യോഗം ഉണ്ടാക്കാത്തത്. അത്തരത്തിലുള്ള കാര്യങ്ങളായിരിക്കണം നമ്മൾ പറയേണ്ടത്. അതിനാണ് നമ്മൾ എന്ത് പറയാ? വാഗ്മയ തപസ് എന്ന് പറയുന്നത്. ഇനി വാഗ്മയം കഴിഞ്ഞാല് മാനസികമായ തപസ്: മനപ്രസാദ സൗമ്യത്വം മൗനം ആത്മാവിനിഗ്രഹ ഭാവ സംശുദ്ധിരിത്യേത തപോ മാനസമുച്യതേ. സംതൃപ്തി, സൗമ്യത, മൗനം, ആത്മസംയമനം, സ്വഭാവശുദ്ധി എന്നിവ മാനസിക തപസ്സിൽ ഉൾപ്പെടുന്നു. അപ്പൊ മാനസിക തപസ് എന്ന് പറഞ്ഞാല് സംതൃപ്തി, സൗമ്യത, മൗനം, ആത്മസംയമനം, സ്വഭാവശുദ്ധി ഇതൊക്കെ എന്തിൽ പറയും? മാനസിക തപസ്സിൽ. അപ്പൊ 3 തരത്തിലുള്ള തപസ് നമ്മൾ കണ്ടു. ഒന്നാമത്തത് ശാരീരിക തപസ്. ശാരീരിക തപസ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? സമൂഹത്തില് ഉയർന്ന നിൽക്കുന്ന വ്യക്തികളെ ആദരിക്കുന്നത്. പിന്നെ പിന്നെന്താണ് പറഞ്ഞത്? ദേഹശുദ്ധി, ബ്രഹ്മചര്യം, ലാളിത്യം, അഹിംസ ഇതൊക്കെ ശാരീരിക തപസ്സിൽ പറയും. രണ്ടാമത്തത് വാഗ്മയ തപസ് എന്ന് പറയാൻ സത്യം. പിന്നെ സത്യം എങ്ങനെ ആയിരിക്കണം? പ്രയോജനകരമായിരിക്കണം, കേൾക്കുന്നവർക്ക് ഉദ്യോഗം ഉണ്ടാക്കാത്തതായിരിക്കണം, ഹിതകരമായ സംഭാഷണവും പിന്നെ അതുപോലെ തന്നെ പതിവായിട്ടുള്ള വേദമന്ത്രോച്ചാരണം ഒക്കെ എന്തിൽ വരും? വാഗ്മയ തപസ്സിൽ വരും. മാനസിക തപസ് എന്ന് പറയുമ്പോൾ സംതൃപ്തി, സൗമ്യത, മൗനം, ആത്മസംയമനം, സ്വഭാവശുദ്ധി ഇതൊക്കെ എന്തിൽ വരും? മാനസിക തപസ്സിൽ വരുന്നത്. അപ്പൊ 3 തരത്തിലുള്ള തപസ്സിനെ കുറിച്ചാണ് നമ്മളിവിടെ പറഞ്ഞത്.
ഇനി ആ 3 തപസ്സും എങ്ങനെ ചെയ്യാണെന്ന് പറയുന്നത് ശ്രദ്ധയാ പരയാ തപ്തം തപസ്തത്രിവിധം നരഹി അഫലാ കാംക്ഷിഭിർ യുക്തൈ സ്വാത്വികം പരിചക്ഷതേ. ഈ 3 വിധം തപസ്സും ആധ്യാത്മിക വിശ്വാസത്തോടെ ഭൗതിക നേട്ടങ്ങൾ ആഗ്രഹിക്കാതെ പരമപുരുഷന് വേണ്ടി മാത്രം അനുഷ്ഠിച്ചു പോന്നാൽ അതെന്താണ് സ്വാത്വികമായിട്ടുള്ള തപസ്. അപ്പൊ നമ്മൾ ഈ പറയുന്ന 3 തരത്തിലുള്ള തപസ്സും ശാരീരികവും മാനസികവും വാഗ്മയ തപസ്സും വിശ്വാസത്തോടു കൂടി ഭഗവാനിലുള്ള വിശ്വാസത്തോടു കൂടി ഭൗതിക നേട്ടങ്ങൾ ആഗ്രഹിക്കാതെ ഭഗവാന് വേണ്ടിയാണ് ചെയ്യുന്നതെങ്കിൽ അതെന്താണ്, അത് സ്വാത്വികമായിട്ടുള്ള തപസ്സാണെന്ന് പറയാം. സത്കാരമാന പൂജാർത്ഥം തപോധംഭേന ചൈവയത് ക്രിയത്തെ തദിഹ പ്രോക്തം രാജസം ജലമദ്രുവം. ബഹുമതിയും ആരാധനയും നേടാൻ വേണ്ടി അഹങ്കാരം കൊണ്ടോ ചെയ്യപ്പെടുന്ന തപസ് രാജസമാണ്, അത് ക്ഷണികമാണ്, അനിശ്ചിതമാണ്. അപ്പൊ ബഹുമതി നേടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആരാധന പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അഹങ്കാരം കൊണ്ട് ചെയ്യപ്പെടുന്ന തപസ്സാണ് എന്ത്, രാജസികമായിട്ടുള്ള തപസ്. അതെങ്ങനെയായിരിക്കും, ക്ഷണികവുമായിരിക്കും അനിശ്ചിതവുമായിരിക്കും. മറ്റുള്ളവരെ ആരാധന പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്നത്, അതായത് മറ്റുള്ളവരെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ചില തരത്തിലുള്ള തപസ്സുകൾ, ഇതൊക്കെ എന്താണത്, രാജസികമായിട്ടുള്ള തപസ്സാണെന്ന് പറയാം. മൂഢഗ്രാഹേണാത്മനോ യത് പീഠയാ ക്രിയതേ തപഃ പരസ്യോത്സാദനാർത്ഥം വാ തദ്ധാമാ സമുദാഹൃതം. മൂഢബുദ്ധി മൂലം സ്വയം പീഡനം അനുഭവിച്ചോ അന്യരെ പരിക്കേൽപ്പിക്കാനോ നശിപ്പിക്കാനോ ഉദ്ദേശിച്ചോ ചെയ്യപ്പെടുന്ന തപസ് തമോ ഗുണപ്രധാനമാണ്. അപ്പം നമ്മുടെ ആ മൂഢബുദ്ധി മൂലം ഒന്നുകിൽ സ്വയം പീഡനം അനുഭവിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരെ പരിക്കേൽപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ച് ചെയ്യപ്പെടുന്ന തപസ് തമോ ഗുണത്തിലുള്ള തപസ്. ഇപ്പൊ ഹിരണ്യകശിപൊക്കെ തപസ് ചെയ്തത് എന്താണ്, ദേവന്മാരെ എല്ലാവരും വധിക്കാൻ വേണ്ടിട്ട്. ഹിരണ്യകശിപു അസുരനായിരുന്നു. അപ്പൊ ദേവന്മാരെ ഹിംസിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്, തപസ് അനുഷ്ഠിച്ച് വരം നേടാൻ ശ്രമിച്ചത്. അപ്പൊ അതെന്തിലുള്ളതാണ്, അന്യരെ പരിക്കേൽപ്പിക്കാനും നശിപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിച്ച് ചെയ്യപ്പെടുന്ന തപസ്സാണ്. അത് എന്താണ്, തമോ ഗുണത്തിലുള്ള തപസ്സാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പൊ 3 ഗുണത്തിലുള്ള തപസ് കണ്ടു, അതായത് ഈ വാഗ്മയ തപസ്, ശാരീരിക തപസ്, മാനസിക തപസ്. ഇത് നമ്മള് 3 വിധത്തിലുള്ള തപസ്സും ആധ്യാത്മിക വിശ്വാസത്തോടു കൂടി ഭൗതിക നേട്ടങ്ങൾ ആഗ്രഹിക്കാതെ പരമപുരുഷന് വേണ്ടി മാത്രം ചെയ്യുകയാണെങ്കിൽ അതെന്താണ്, സ്വാത്വികമാണ്. ബഹുമതിയും ആരാധന നേടാൻ വേണ്ടിയിട്ട് അഹങ്കാരം കൊണ്ട് ചെയ്യപ്പെടുന്ന തപസ് അത് രാജസികമാണ്, അത് ക്ഷണികമായിരിക്കും. അതിനൊരിക്കലും എന്തുണ്ടാവില്ല, സ്ഥായിയായ നിലനിൽപ്പുണ്ടാവില്ല. പിന്നെ 3ാമത്തത് പറഞ്ഞു, മൂഢബുദ്ധി മൂലം സ്വയം പീഡനം അനുഭവിച്ച് അല്ലെങ്കിൽ മറ്റുള്ളവരെ പരിക്കേൽപ്പിക്കാൻ അല്ലെങ്കിൽ നശിപ്പിക്കാൻ വേണ്ടി ചെയ്യപ്പെടുന്ന തപസ് തമോ ഗുണത്തിലുള്ള തപസ്സാണെന്ന് പറഞ്ഞു. ഇനി 3 ഗുണത്തിലുള്ളവരുടെ ദാനത്തെ കുറിച്ചാണ് പറയുന്നത്. ദാതവ്യാമിതി ദീയതേനോപകാരിണേ ദേശേ കാലേ ച പാത്രേ ച തഥാനം സാത്വികം സ്മൃതം. കർത്തവ്യം എന്ന ബോധത്തോടെ പ്രതിഫലേച്ച കൂടാതെ ഉചിതമായ സ്ഥലത്ത് വെച്ച് വേണ്ടുന്ന കാലത്ത് അർഹിക്കുന്ന വ്യക്തിക്ക് കൊടുക്കുന്ന ദാനം സാത്വികമാണ്. അപ്പൊ നമ്മൾ എന്താണ്, കർത്തവ്യ ബോധത്തോടെ ഇത് എൻ്റെ ഒരു കർത്തവ്യമാണെന്ന് ചിന്തിച്ചുകൊണ്ട് പ്രതിഫലം ആഗ്രഹിക്കാതെ ഉചിതമായ സ്ഥലത്ത് വേണ്ടുന്ന കാലത്ത് അർഹിക്കുന്ന വ്യക്തിക്ക് കൊടുക്കുന്ന എവിടെ വെച്ചായിരിക്കണം, ഉചിതമായ സ്ഥലത്ത് വെച്ച് കൊടുക്കണം, വേണ്ടുന്ന കാലത്ത് കൊടുക്കണം, അർഹിക്കുന്ന വ്യക്തിക്ക് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ചെയ്യപ്പെടുന്ന ദാനം സ്വാത്വികം. എന്റെ സൗണ്ട് കേൾക്കുന്നില്ല? ഹരേ കൃഷ്ണ. കേൾക്കുന്നുണ്ട്. മാതാജിയുടെ ഒന്ന് നോക്കിയൊക്കെ സൗണ്ട് കുറച്ച് വെച്ചിട്ടുണ്ടോ എന്നുള്ളത്. ഇവിടെ എന്താ പറഞ്ഞത്, നല്ല ക്ലിയർ ആയി കേൾക്കുന്നുണ്ട്. നമുക്ക് കുറവാ മാതാജി, ചെവിയിലോട്ട് വെച്ചിട്ടാ കേൾക്കുന്നത്. മാതാജിയുടെ ഫോണിൽ സൗണ്ട് കുറച്ച് വെച്ചിട്ടുണ്ടാവുന്ന. ശരി മാതാജി, നോക്കൂ. അങ്ങനെയാവാ. മറ്റുള്ളവർക്ക് പ്രോബ്ലം ഇല്ലല്ലോ ആർക്കും? ഇല്ല, വ്യക്തമായി കേൾക്കുന്നുണ്ട്. വ്യക്തമായിട്ട് കേൾക്കുന്നുണ്ട് മാതാജി. കുഴപ്പമില്ല മാതാജി, നല്ലതായിട്ട് കേൾക്കുന്നുണ്ട്. മാതാജി ഒന്ന് സൗണ്ട് നോക്കി നോക്കിയാൽ ചിലപ്പോ മാതാജിയിൽ കുറച്ച് വെച്ചിട്ടുണ്ടാവാം. അപ്പൊ കർത്തവ്യ ബോധത്തോടെ പ്രതിഫലം ആഗ്രഹിക്കാതെ പ്രതിഫലേച്ഛ ഇല്ലാതെ ഉചിതമായ സ്ഥലത്ത് വെച്ച് വേണ്ടുന്ന കാലത്ത് അർഹിക്കുന്ന വ്യക്തിക്ക് കൊടുക്കുന്ന ദാനമാണെന്ത്, സാത്വികമായ ദാനം എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ നമ്മൾ എന്തില്ല, പ്രതിഫലം ആഗ്രഹിക്കുന്നില്ല, കർത്തവ്യ ബോധത്തോടെ ചെയ്യുന്നു. ഉചിതമായ സ്ഥലം എന്ന് വെച്ചാൽ പുണ്യസ്ഥലങ്ങളിൽ വെച്ചിട്ട് അല്ലെങ്കിൽ അമ്പലങ്ങളിലൊക്കെ വെച്ചിട്ട് അങ്ങനെ ചെയ്യുന്ന സ്ഥലം പറയുന്നുണ്ട്. പിന്നെന്താണ്, ഉചിതമായ കാലത്ത് ശുഭമുഹൂർത്തത്തില് സൂര്യചന്ദ്ര ഗ്രഹണ മുഹൂർത്തങ്ങളില്
മാസാന്ത്യത്തിൽ വിശിഷ്ട ബ്രാഹ്മണൻ അല്ലെങ്കിൽ വൈഷ്ണവന് അർഹിക്കുന്ന വ്യക്തി എന്ന് പറയുമ്പോൾ ഒരു വിശിഷ്ട ബ്രാഹ്മണനാകാം അല്ലെങ്കിൽ ഒരു വൈഷ്ണവനാകാം. ഇത്തരത്തിലുള്ള ദാനം എന്താണ്? സാത്വികമായിട്ടുള്ള ദാനമാണെന്ന് പറയാം. ഇപ്പൊ ഇവിടെ ഭഗവാൻ ജനിച്ച് അവതരിച്ചപ്പോ ഭഗവാൻ നന്ദമഹാരാജാവ് ദാനം കൊടുത്തത് അത് ശ്രേഷ്ഠമായ ഉചിതമായ ദാനം. യത്തു പ്രത്യുപകാരാർത്ഥം ഫലമുദ്ദേശ്യ വാ പുനഃ ദീയതേ ച പരിക്ലിഷ്ടം തഥാനം രാജസംസ്മൃതം. ഏതെങ്കിലും ഫലം ഉദ്ദേശിച്ചുകൊണ്ടോ പ്രത്യുപകാരം പ്രതീക്ഷിച്ചോ പൂർണ്ണ സമ്മതമില്ലാതെയോ നൽകപ്പെടുന്ന ദാനം രാജസികം. അപ്പൊ ഏതെങ്കിലും ഫലം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുക. നമ്മൾ ആ ദാനം കൊടുക്കുന്നത് നമ്മൾ പ്രത്യുപകാരം പ്രതീക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരിൽ നിന്ന് എന്തെങ്കിലും ഫലം പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ നമുക്ക് ചെയ്യാൻ പൂർണ്ണ സമ്മതില്ല, മറ്റുള്ളവരുടെ നിർബന്ധപ്രകാരം നമ്മൾ ചെയ്യാണ്. അതാണെങ്കിൽ എന്താണ്? രാജസികമായിട്ടുള്ള ദാനമാണെന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് അത്തരത്തിലുള്ള ദാനത്തെ നമുക്ക് എന്ത് പറയാം? രാജസികമായ ദാനം. അതായത് ഫലം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യാം, പ്രത്യുപകാരം പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യുന്നു, പൂർണ്ണ സമ്മതവും ഇല്ലാതെ നമുക്ക് പൂർണ്ണ താല്പര്യം ഇല്ലാണ്ടാണ് നമ്മൾ ആ ദാനം കൊടുക്കുന്നതെങ്കിൽ അതെന്താണ്? രാജസികമായിട്ടുള്ള ദാനമാണെന്ന് പറയാം. അഥേശകാലയഥാനം പാത്രേ പിശ്ചധീയതേ അസത്കൃതം അവജ്ഞാതം തത്താമസാമുദാഹൃതം. ഉചിതമല്ലാത്ത കാലത്ത് അവിശുദ്ധമായ സ്ഥലത്ത് അനർഹരായവർക്ക് നൽകപ്പെടുന്ന ദാനവും ആദരം കൂടാതെയോ അവജ്ഞയോടെയോ നൽകപ്പെടുന്നതും താമസികമായിട്ടുള്ള. അപ്പൊ രണ്ട് തരത്തിൽ പറയാണ്. ഒന്ന്, ഉചിതമല്ലാത്ത കാലത്ത് അവിശുദ്ധമായ സ്ഥലത്ത് അർഹതയില്ലാത്തവർക്ക് കൊടുക്കുന്ന ദാനം. ഒന്ന് നമ്മൾ കൊടുക്കുന്നത് എങ്ങനെയാണ്? ഉചിതമായ സമയത്തല്ല കൊടുക്കുന്നത്, ശുദ്ധമായ സ്ഥലത്തല്ല കൊടുക്കുന്നത്, അർഹതയില്ലാത്ത വ്യക്തിക്കാണ് കൊടുക്കുന്നതെങ്കിൽ അതെന്താണ്? അത് താമസികമായിട്ടുള്ള ദാനമാണെന്ന് പറയുന്നു. രണ്ടാമത്, ആദരം കൂടാതെ അവജ്ഞയോടെ ചെയ്യുന്ന ദാനം. അതായത് നമ്മൾ ദാനം കൊടുക്കേണ്ടത് ആർക്കാണ്? ഒന്നുകിൽ ബ്രാഹ്മണന്മാർക്ക് അല്ലെങ്കിൽ വൈഷ്ണവർക്ക്, അത്തരം ദാനത്തിന് യോഗ്യതയുള്ളവർക്കാണ് ദാനം കൊടുക്കേണ്ടത്. അങ്ങനെയുള്ള വ്യക്തികൾക്ക് ആദരം കൂടാതെ കൊടുക്കുക അല്ലെങ്കിൽ അവജ്ഞയോടെ കൊടുക്കുക. അതും എന്താണ്? താമസികമാണ്. അപ്പൊ താമസികമായിട്ടുള്ള ദാനം രണ്ട് തരത്തില്. ഉചിതമല്ലാത്ത കാലത്ത് അവിശുദ്ധമായ സ്ഥലത്ത് അർഹതയില്ലാത്തവർക്ക് കൊടുക്കുന്നതും പിന്നെ ആദരമില്ലാതെ അർഹതയുള്ളവരെ ആദരിക്കാതെ കൊടുക്കുന്നത്. അത് നമ്മളിപ്പോ പൈസയൊക്കെ എറിഞ്ഞു കൊടുക്കാൻ നോക്കി. ഇപ്പൊ ബ്രാഹ്മണന്മാർക്കോ അതല്ലെങ്കിൽ അത്തരത്തിലുള്ള വൈഷ്ണവർക്കൊക്കെ നമ്മൾ പൈസയൊക്കെ എറിഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ റെസ്പെക്ട് ഇല്ലാതെ നമ്മൾ കൊടുക്കുക. അത്തരത്തിലുള്ള ദാനം എന്താണ്? താമസികമായിട്ടുള്ള ദാനം എന്ന് പറയാം. പിന്നെ ഉചിതമല്ലാത്ത കാലത്ത് സ്ഥലത്ത് കൊടുക്കാന്ന് വെച്ചാല് നമുക്കിപ്പോ ചിലപ്പോ നമ്മൾ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ നമുക്ക് വലിയ സഹതാപം തോന്നിയിട്ട് നമ്മൾ ചിലർക്ക് ദാനമൊക്കെ കൊടുക്കാം. അത് അവര് ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നില്ല. അതൊക്കെ എന്താണ്? താമസികമായിട്ടുള്ള ദാനം എന്ന് പറയാം. അപ്പൊ 3 തരത്തിലുള്ള ദാനത്തെ കുറിച്ച് പറഞ്ഞു. ഒന്ന്, കർത്തവ്യബോധത്തോടെ ഫലം ആഗ്രഹിക്കാതെ ഉചിതമായ സ്ഥലത്ത് വേണ്ടുന്ന കാലത്ത് അർഹിക്കുന്ന വ്യക്തിക്ക് കൊടുക്കുന്നത് സാത്വികം. ഫലം ഉദ്ദേശിച്ചുകൊണ്ട് പ്രത്യുപകാരം പ്രതീക്ഷിച്ചുകൊണ്ട് പൂർണ്ണ സമ്മതമില്ലാതെ നൽകുന്നത് രാജസികം. ഉചിതമല്ലാത്ത കാലത്ത് അവിശുദ്ധമായ സ്ഥലത്ത് അർഹതയില്ലാത്തവർക്ക് നൽകുന്നതും ആദരം കൂടാതെ അവജ്ഞയോടെ നൽകപ്പെടുന്നതും എന്താണ്? താമസികമായിട്ടുള്ള ദാനം. അപ്പൊ 3 ഗുണത്തിലുള്ളവരുടെ ദാനത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇപ്പൊ നമ്മള് ആഹാരത്തെ കുറിച്ച് പറഞ്ഞു, യജ്ഞത്തെ കുറിച്ച് പറഞ്ഞു, തപസ്സിനെ കുറിച്ച് പറഞ്ഞു, ദാനത്തെ കുറിച്ച് പറഞ്ഞു, 3 ഗുണത്തിലുള്ളവരുടെ. ഇനി എന്താ ഇവിടെ പറയുന്നത്? അടുത്ത ശ്ലോകത്തിൽ പറയുന്നു, ഓം തത് സാദിതി നിർദ്ദേശോ ബ്രഹ്മണ സ്ത്രീവിധോ വിധാൻ സ്മൃതഃ ബ്രഹ്മണസ്തേന വേദാംശ്ച യജ്ഞാശ്ച വിഹിതാ പുരാ. സൃഷ്ടിയുടെ ആരംഭം മുതൽക്ക് പരമമായ നിരപേക്ഷ തത്വത്തെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന 3 വാക്കുകളാണ് ഓം തത് സത്ത് എന്നത്. പ്രതീകാത്മകളായ ഈ വാക്കുകൾ വേദോച്ചാരണത്തിലും യജ്ഞാനുഷ്ഠാനങ്ങളിലും ബ്രാഹ്മണർ പരമപുരുഷന്റെ തൃപ്തിക്ക് വേണ്ടി ഉരുവിട്ടു പോന്നു. അപ്പോ ഭഗവാന്റെ പരമപുരുഷനായിട്ടുള്ള ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടി ബ്രാഹ്മണർ ഉരുവിട്ടു പോന്ന 3 വാക്കുകളാണ് എന്ത്? ഓം തത് സത്ത് എന്ന് പറയുന്നത്. 3 വാക്കുകള് എന്തിനാണ് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്? വേദമന്ത്രോച്ചാരണത്തിലും യജ്ഞാനങ്ങളിലും ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട് ഉരുവിട്ടു പോന്നതായിരുന്നു. അപ്പൊ ഇത് എന്തിനാണ് ഈ 3 വാക്കുകൾ നമ്മൾ പറയുന്നത്? നമ്മൾ ഈ ചെയ്യുന്ന എല്ലാതും, യജ്ഞം ചെയ്താലും ദാനം ചെയ്താലും തപസ് ചെയ്താലും നമ്മൾ അറിയാതെ തന്നെ ചിലപ്പോൾ അതിൽ എന്ത് സംഭവിക്കാം? തെറ്റുകൾ സംഭവിക്കാം. അപ്പൊ നമ്മള് എല്ലാം ഭഗവാനെ സമർപ്പിക്കാനായിട്ട് ഏതെങ്കിലും തരത്തിൽ നമ്മൾ തെറ്റുകൾ ഉണ്ടെങ്കിൽ ഓം തത്സത്ത് എന്ന ഒരു വിട്ടിനോട് കൂടി അതെന്തായി? ഭഗവാന് സമർപ്പിച്ചതായി. അപ്പൊ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് അത് ഇല്ലാതാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഈ 3 പരമപുരുഷനെ സൂചിപ്പിക്കാനായിട്ട് പ്രതിനിധീകരിക്കുന്ന 3 വാക്കുകളാണ് എന്ത്? ഓം തത്സത്ത് എന്ന് പറയുന്നത്. ഓം എന്ന് പറഞ്ഞാൽ അത് ഭഗവാന്റെ നാമത്തിന് തുല്യം. ഓം എന്ന് പറഞ്ഞ തത്ത്
അതീന്ദ്രിയമാണത്. തത് എന്ന് വെച്ചാല് അതീന്ദ്രിയം. സത്ത് എന്ന് പറഞ്ഞാല് ശാശ്വതമായിട്ടുള്ളത് ഭഗവാൻ. അപ്പൊ ഓം തത്സത് എന്ന് പറഞ്ഞാല് ഭഗവാന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്, ഭഗവാന് വേണ്ടി ചെയ്യുന്നതാണ്. അപ്പൊ അങ്ങനെ ഉരുവിട്ടുകൊണ്ട് നമ്മൾ എന്തൊരു കാര്യം ചെയ്താലും അതിലെന്താണ്, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മളിൽ വന്നിരിക്കുന്ന എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ തന്നെ ഭഗവാന് സമർപ്പിക്കുന്നതോടുകൂടി എന്താണത്, ഭഗവാൻ അർപ്പിക്കുന്നതോടുകൂടി അതില്ലാതാകുന്നു. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന 3 വാക്കുകളാണ് ഓം തത്സത് എന്ന് പറയുന്നത്. ഓം എന്ന് പറഞ്ഞാല് ഭഗവാന്റെ നാമത്തിന് തുല്യം, ഭഗവാൻ തന്നെയാണ്. തത്ത് എന്ന് പറഞ്ഞാൽ അത് അതീന്ദ്രിയമാണ്. സത്ത് എന്ന് പറഞ്ഞാല് ശാശ്വതമായിട്ടുള്ളത്, അതായത് ഭഗവാൻ. അപ്പൊ അതുകൊണ്ട് എന്താണ് പറയുന്നത്, അതുകൊണ്ട് വൈദിക നിയന്ത്രണം അനുസരിച്ച് യജ്ഞദാന തപസ്സുകൾ അനുഷ്ഠിക്കുന്ന അതീന്ദ്രിയവാദികൾ പരമപുരുഷനെ പ്രാപിക്കുന്നതിനായി എപ്പോഴും ഓം എന്ന വാക്കോട് കൂടിയാണ് എല്ലാം ആരംഭിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വൈദിക നിയമങ്ങൾ അനുസരിച്ച് യജ്ഞദാന തപസ്സുകൾ അനുഷ്ഠിക്കുന്ന അതീന്ദ്രിയവാദികൾ എന്ത് ചെയ്യുന്നു, ആ പരമപുരുഷനെ പ്രാപിക്കാനായിട്ട് എപ്പോഴും എന്ത് ചെയ്യുമ്പോഴും അവരെന്ത് പറഞ്ഞിട്ട് ചെയ്യും, ഓം എന്ന വാക്കോട് കൂടിയാണ് എല്ലാം ആരംഭിക്കുന്നത്. ഇപ്പൊ നമ്മളറിയാം, നമ്മൾ ചൊല്ലുന്ന എല്ലാ മന്ത്രങ്ങളും ഓം നമഃശിവായ, ഓം ഗണപത, എല്ലാത്തിലും എന്തുണ്ട്, ഓം ചേർത്തുകൊണ്ടാണ് പറയുന്നത്. അതായത് ആദ്യം ഭഗവാനെ സ്മരിച്ചുകൊണ്ടാണ് എല്ലാത്തിന്റെയും വരുന്നത് ബാക്കിയപ്പോ. അപ്പൊ നമ്മള് പക്ഷെ ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിൽ ഓം ഇല്ല, ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങള്? എന്തുകൊണ്ടാണത്? മുഴുവനും ഭഗവാന്റെ പേര് തന്നെയല്ലേ. ഹരേ കൃഷ്ണ മഹാമന്ത്രത്തില് ഓം അന്തർലീനമാണ്. ഓം എന്ന് പറയുന്നത് ഭഗവാന്റെ നാമത്തിന് തുല്യം. ഹരേ കൃഷ്ണ മഹാമന്ത്രത്തില് ഓം അന്തർലീനമാണ്. അതുകൊണ്ട് എന്തില്ല അതില് പ്രത്യേക ഓം എടുത്ത് പറയുന്നില്ല. ബാക്കി നമ്മൾ എല്ലാ മന്ത്രത്തിലും എന്തുകൊണ്ട് ചേർത്തിട്ടാ പറയുന്നത്, ഓം എന്ന വാക്കോട് കൂടിയാണ് ആരംഭിക്കുന്നത്. കാരണം അത് ഭഗവാനെ സമർപ്പിച്ചുകൊണ്ടാണ്, ഭഗവാനെ പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് പറയുന്നത്, ഓം എന്ന വാക്കോട് കൂടി എല്ലാം ആരംഭിക്കുന്നത്. യാദിത്യാനഭിസന്ധായ ഫലം യജ്ഞാതപാക്രിയഃ ദാനക്രിയാശ്ച വിവിധ ക്രിയന്തെ മോക്ഷകാംക്ഷിഭിഃ. ഫലോദ്ദേശം കൂടാതെ തത് എന്നുച്ചരിച്ചു കൊണ്ട് വേണം ഒരാൾ പലതരത്തിലുള്ള യജ്ഞവും ദാനവും തപസ്സും ഒക്കെ ചെയ്യേണ്ടത്. ഭൗതിക ബന്ധങ്ങളിൽ നിന്ന് മുക്തിയാണ് അങ്ങനെയുള്ള അതീന്ദ്രിയ പ്രവർത്തനങ്ങളുടെ ഉദ്ദേശം. അപ്പോ നമ്മൾ എന്ത് വേണം, ഫലം ആഗ്രഹിക്കാതെ തത് എന്നുച്ചരിച്ചു കൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, എല്ലാ തരത്തിലുള്ള യജ്ഞവും ദാനവും തപസ്സും ചെയ്യേണ്ടത്. കാരണം നമ്മൾ എന്തിനാ യജ്ഞവും ദാനവും തപസ്സും ഒക്കെ ചെയ്യുന്നത്, എന്തിനാണ് ചെയ്യുന്നത്? ഇതൊക്കെ യജ്ഞവും ദാനവും തപസ്സും ഇതൊക്കെ ചെയ്യുന്നത് എന്തിനു വേണ്ടിട്ടാ? ഭഗവാനെ സേവിക്കാൻ. ഭഗവാനെ സേവിക്കാനാണോ യജ്ഞവും ദാനവും തപസ്സും ചെയ്യുന്നത്? ദാനം കൊടുക്കുന്നത് ഭഗവാനെ സേവിക്കാനാണോ? നമുക്ക് എന്തിനാണ്? നമുക്ക് ആത്മസാക്ഷാത്കാരം നേടാനുള്ള, നമ്മൾ പരിശുദ്ധരാൻ വേണ്ടിയില്ലേ, നമുക്ക് അതിനുള്ള വഴിയാണ് അതൊക്കെ. ഇങ്ങനെ ഭഗവാനെ സേവിക്കല്ല, പക്ഷെ ഭഗവാനെ സേവിക്കാനുള്ള അവസരത്തിനുള്ള ആ മാർഗം, വഴികളാണ് ഇതെല്ലാം. നമ്മൾ യജ്ഞം ചെയ്യുന്നതും ദാനം ചെയ്യുന്നതും തപസ് ചെയ്യുന്നതും നമുക്ക് ആത്മസാക്ഷാത്കാരത്തിലേക്ക് ഉയരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഭൗതിക ബന്ധങ്ങളിൽ നിന്നുള്ള മുക്തിയാണ് അങ്ങനെയുള്ള അതീന്ദ്രിയ പ്രവർത്തനങ്ങളുടെ ഉദ്ദേശം. അപ്പൊ എല്ലാത്തിന്റെയും ഉദ്ദേശം എന്താണ്? ഭൗതിക ബന്ധനങ്ങളിൽ നിന്നുള്ള മുക്തി. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, യജ്ഞവും ദാനവും തപസ്സും ഒക്കെ ചെയ്യുന്നത്. നിരപേക്ഷ തത്വമാണ് ഭക്തിപൂർവം ചെയ്യപ്പെടുന്ന യജ്ഞത്തിന്റെ ലക്ഷ്യം. അപ്പൊ എല്ലാത്തിന്റെയും യജ്ഞങ്ങളുടെ ലക്ഷ്യം, ഭക്തിപൂർവ്വം ചെയ്യപ്പെടുന്ന യജ്ഞത്തിന്റെ ലക്ഷ്യം നിരപേക്ഷ തത്വം, ഭഗവാനാണ് ലക്ഷ്യം. സത്ത് എന്ന വാക്ക് അതിനെ സൂചിപ്പിക്കുന്നു. ആ വിധത്തിലുള്ള യജ്ഞം അനുഷ്ഠിക്കുന്നവനെയും സത്ത് എന്ന് പറയും. കുന്തി പുത്ര, നിരപേക്ഷ സ്വഭാവം അനുസരിച്ചുള്ള മറ്റു പ്രവർത്തികളെ പോലെ യജ്ഞദാന തപോ കർമ്മങ്ങൾ ഭഗവത് പ്രസാദത്തിന് വേണ്ടി ചെയ്യപ്പെടുന്നില്ല. അപ്പൊ ഭഗവാനെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, യജ്ഞദാന തപോ കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത്. കാരണം നമുക്ക് ഈ ഭൗതിക ബന്ധനത്തിൽ നിന്ന് മോചനം കിട്ടിയാലേ ആത്മസാക്ഷാത്കാരത്തിലൂടെ നമുക്ക് ഭഗവാനെ പ്രാപിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ എല്ലാറ്റിന്റെയും ലക്ഷ്യം എന്താണ്? ഭഗവാന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. ഭഗവാൻ സത്ത്, അതായത് നിരപേക്ഷ സ്വഭാവത്തിനനുസരിച്ച് മറ്റു പ്രവർത്തികളെ പോലെ തന്നെ ഭഗവത് പ്രസാദത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതെല്ലാം ചെയ്യേണ്ടത്. അശ്രദ്ധയാഹുതം ദത്തം തപസ്തപ്തം കൃതം ചയത് അസദിത്യുച്യതേ പാർത്ഥ നച്ച തത്പ്രേത്യ നോഹ. പരമപുരുഷനിൽ പൂർണ്ണ വിശ്വാസം കൂടാതെ
ചെയ്യപ്പെടുന്ന യജ്ഞവും ദാനവും തപസ്സും എന്താണ്? അസത്ത് എന്ന് പറയപ്പെടുന്നു. ക്ഷണികങ്ങളായ അത്തരം കർമ്മങ്ങൾ ഇഹലോകത്തിലും പരലോകത്തിലും നിഷ്പ്രയാസമാണ്. അപ്പൊ ഇത്തരം കർമ്മങ്ങൾ ഇപ്പൊ ഭഗവാനിൽ വിശ്വാസമില്ലാതെ ചെയ്യപ്പെടുന്ന യജ്ഞമായാലും ദാനമായാലും തപസ്സായാലും അതെന്താണ്? അത് അസത്ത് എന്നാണ് അറിയപ്പെടുന്നത്. അതെങ്ങനെയാണ്? ക്ഷണികമായിട്ടുള്ളതാണ്. ഇത്തരം പ്രവർത്തനങ്ങള് ഇഹലോകത്തിലായാലും പരലോകത്തിലായാലും നമുക്ക് എന്താണ്? നിഷ്പ്രയോജനകരമായിട്ടുള്ളതാണ്. അപ്പൊ ഭഗവാനിൽ വിശ്വാസം ഇല്ലാതെ നമ്മൾ ചെയ്യപ്പെടുന്ന യജ്ഞവും ദാനവും തപസ്സും എങ്ങനെയാണ്? അത് ഇഹലോകത്തിലായാലും ശരി പരലോകത്തിലായാലും ശരി നമുക്ക് എന്തില്ല? അതുകൊണ്ട് യാതൊരു പ്രയോജനം ഉണ്ടാവാനായിട്ട് പോണില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും എന്താണ് ഫസ്റ്റ് നമുക്ക് വേണ്ടത്? ശ്രദ്ധ, വിശ്വാസം. ആ വിശ്വാസത്തോട് കൂടിയായിരിക്കണം നമ്മളെല്ലാം ചെയ്യേണ്ടത്. യജ്ഞം ചെയ്യുമ്പോഴും ദാനം ചെയ്യുമ്പോഴും തപസ് ചെയ്യുമ്പോഴും. അല്ലെങ്കിൽ നമ്മൾ ഈ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഒരു കാര്യമില്ല, ഈ കർമ്മം ചെയ്യുന്നതുകൊണ്ട് യാതൊരു കാര്യമില്ല എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. വഞ്ചകൽപതരൂപേശ്ച കൃപാ സിന്ധോഭ്യേവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമ. അനന്ത കോടി വൈഷ്ണവ ഭക്തവൃന്ദിക്ക് ജയ്. ശ്രീല പ്രഭുപാദിക്ക് ജയ്. ഗുരുദേവിക്ക് ജയ്. നിത്തായ് ഗുരു പ്രമാനന്ദേ. ഹരി ഹരി ബോൽ. ഹരേ കൃഷ്ണ. പറഞ്ഞതിൽ എന്തെങ്കിലും സംശയങ്ങളോ ചോദ്യങ്ങളോ ഉണ്ടോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. അപ്പൊ നമ്മള് യജ്ഞം ചെയ്യുമ്പോഴും ദാനം ചെയ്യുമ്പോഴും തപസ് ചെയ്യുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? എങ്ങനെ ചെയ്യണം? നമുക്ക് ആത്മസാക്ഷാത്കാരം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നതൊക്കെ അല്ലെ. ആത്മസാക്ഷാത്കാരം എന്ന് വെച്ചാൽ നമ്മളത് ചിന്തിച്ചുകൊണ്ട് ചെയ്യുന്നതല്ല, നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മളവിടെ പറഞ്ഞു, ദാനം ചെയ്യുമ്പോഴും നമ്മൾ എന്താണ്? ഉചിതമായ സ്ഥലത്ത് അർഹിക്കുന്ന വ്യക്തിക്ക് വേണ്ട രീതിയിൽ ചെയ്യണം. കാരണം നമ്മൾ ഈ ചെയ്യുന്നത് നമ്മൾ വിചാരിക്കും എന്താണ്? നല്ല പ്രവൃത്തിയാണെന്ന്. ഇതിന് നമ്മൾ ഏറ്റവും എക്സാമ്പിൾ, നമ്മൾ ഈ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ കുറേ പേര് അവിടെ സൈഡിലിരിക്കുന്നുണ്ടാവും ഭിക്ഷ ചോദിച്ചിട്ട്. അപ്പൊ നമുക്കത് കാണുമ്പോൾ ഭയങ്കര സഹതാപം തോന്നിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? അവർക്ക് പൈസയും കാര്യങ്ങളും കൊടുക്കും അല്ലെ. അപ്പൊ നമ്മൾ എന്ത് വിചാരിക്കും? രാവിലെ തന്നെ നല്ലൊരു പ്രവൃത്തി ചെയ്തു, അവർക്ക് വലിയൊരു ഉപകാരം ചെയ്തു കൊടുത്ത് നമ്മൾ ചിന്തിക്കും. അവരതും കൊണ്ട് നേരെ എവിടേക്ക് പോകും? വേറെ എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ പോകുക, ചിലപ്പോ കള്ളു കുടിക്കാൻ പോകും അവര്. അപ്പൊ എന്തായി? നമ്മൾ ചെയ്തത് എന്താണ്? നമ്മൾ എന്ത് വിചാരിച്ച ചെയ്തത്? അത്